നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാകുന്ന രീതിയിൽ നമുക്ക് അരിപ്പൊരി കൊണ്ട് ഒരു നല്ലൊരു വിഭവം ഉണ്ടാക്കാം. നിങ്ങൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ഫുഡാണ്. ബാംഗ്ലൂർ സ്ട്രീറ്റ്, കൽക്കട്ട സ്ട്രീറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ഇത് അവിടുത്തെ വിറ്റ് വരുന്ന ഒരു ഫുഡാണിത്. നമ്മളിപ്പോൾ ഇന്നത്തെ ഇതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ആ ഫുഡ് അരിപ്പൊരിയിൽ സാധാരണ ചേർക്കുന്ന വിഭവങ്ങളല്ലാതെ തന്നെ അതിൻ്റെ കൂടെ പുഴുങ്ങിയ മുട്ടയും ചേർത്ത് നോൺ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും കുട്ടികൾക്ക് ആയിരുന്നാലും വലിയവർക്കായിരുന്നാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണം ഓളും കൊടുക്കുക. ഓൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതോടൊപ്പം കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാൻ മടിക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ: സവാള ഒരെണ്ണം അരിഞ്ഞത്, സലാഡ് വെള്ളരിക്ക, കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചത്, തക്കാളി ഒരെണ്ണം അരിഞ്ഞത്, അതോടൊപ്പം നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് താറാമുട്ടയാണ്, കോഴിമുട്ടയും ഉപയോഗിക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി വേണം, കുരുമുളക് പൊടിയും വേണം. പിന്നെ നമ്മൾ പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയും വേണ്ടില്ല, ആവശ്യത്തിന് ടേസ്റ്റിന് മാത്രം മതി. പിന്നെ പൊരി ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ പൊരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് അവസാനം ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസും നമുക്കിതിൽ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും. നമുക്ക് ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർക്കണം. കൂടുതൽ ആളുണ്ടെങ്കിൽ മാത്രം ഇത്രയും മതിയാവും. എങ്കിലും വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ. അതിലേക്ക് സലാഡ് വെള്ളരി അരിഞ്ഞത്, ഇത് ടൊമാറ്റോ അരിഞ്ഞത്. ഞാനിതിൽ കുറച്ച് മാങ്ങ ചേർക്കുന്നുള്ളൂ, കൂടുതൽ വേണ്ട. ഇത് മല്ലിയില ഇടുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. കുറച്ച് ഇത് കുരുമുളക് പൊടിയാണ്. അരിപ്പൊരിക്കകത്ത് ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഒരു ലേശം ഇത്രയും ഇടുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ മതിയാവും ഗ്രീൻ ചില്ലി സോസാണ് ചേർത്തത്. അതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ ഇട്ടിട്ടുണ്ടെങ്കിലും ടേസ്റ്റിക്ക് വേണ്ടി കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം. പൊരിയും കൂടെ ചേർത്ത് ചെയ്യാം. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ പൊരി പെട്ടെന്നത് നനഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കിത് ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊരിയും മുട്ടയും ചേർക്കണം. ഞാൻ പൊരി ചേർത്തു. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മുട്ട ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മതി നാരങ്ങ നീരുന്ന്, നല്ല രുചിയായിരിക്കും. ഇനി നന്നായിട്ട് മുട്ടയൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ നല്ല രുചിയുള്ള പൂരി ആൻഡ് എഗ്ഗ് റോസ്റ്റ്, നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇതേപോലെ ചെയ്തു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇടുക. ഇത് കുറച്ച് സോസും കൂടെ ചേർത്ത് കഴിക്കണമെങ്കിൽ നല്ല രുചി ഉണ്ടാവുള്ളൂ.
എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.